40+ ആളുകൾക്ക് വേണ്ടുന്ന ഒരു ഹെയർ കെയർ ആണ് ഞാൻ പറയുന്നത്. ഇത് വെർജിൻ കോക്കനട്ട് ഓയിൽ, ദിനേഷിന്റെ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത് എവിയോൺ എന്ന് പറയുന്ന ക്യാപ്സ്യൂൾസ് ആണ്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് തേക്കാറുള്ളത്. അത് ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. സോ അതാണ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരുന്നത്. അപ്പോൾ ഇത് സാധാരണ എല്ലാവർക്കും ഒരു 40 ഒക്കെ കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ആളുകൾക്ക് ഇത് എൻ്റെ പോലെ തന്നെ നല്ലോണം നെറ്റി ഇങ്ങനെ കയറി വരും. ദാറ്റ് മീൻസ് കഷണ്ടിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ കഷണ്ടി നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത്, അതുപോലെ തന്നെ ഈ ബാക്ക് സൈഡിൽ ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ പോകും. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അതിനെ കുറച്ച് നാളും കൂടി ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. ഈ 2 സാധനം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തലയിൽ മസാജ് ചെയ്ത് തേക്കുക. ഭയങ്കര എഫക്റ്റീവാണ്. ഒരു 10 ദിവസം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും തന്നെ മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ടിപ്പ്. ഈ ക്യാപ്സ്യൂൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു ഓയിൽ രൂപത്തിലാണ് വൈറ്റമിൻ ഇ ഉണ്ടാവുക. അതിങ്ങനെ കാണാമെന്ന് വിചാരിക്കുന്നു. നല്ല വൃത്തിയിൽ അതിലേക്ക് അതിങ്ങനെ സ്ക്വീസ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ലേശം വെർജിൻ കോക്കനട്ട് ഓയിലാണിത്, വെർജിൻ കോക്കനട്ട് ഓയിലും കൂടി എടുക്കുന്നു. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു ഭയങ്കര തിക്കായിട്ടുള്ളൊരു ഓയിൽ ഫീലാണ് ഉണ്ടാവുക. ദെൻ ആ സാധനത്തിനെ ഇങ്ങനെ തലയിൽ 2 ഭാഗത്തും, മിക്കവാറും ആളുകൾക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഈ 2 സൈഡിൽ നിന്നാണ് കയറി പോകാൻ തുടങ്ങുക. പിന്നെ ഇങ്ങനെ നല്ലോണം റബ്ബ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളത് തലയുടെ ബാക്ക് സൈഡിലും തേച്ച് പിടിപ്പിക്കുക. ആ 2 ഭാഗത്താണ് തുടങ്ങുക. ദെൻ അതിന് ശേഷം ഫുള്ളായിട്ട് ഇങ്ങനെ തലയിൽ തേക്കുക. അപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം ഏകദേശം ഒരു 20 to 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുന്ന വരെയൊക്കെ വെക്കുക. എത്ര നേരം കിട്ടുന്നുണ്ടോ അത്രയും നല്ലത്. ഒരു 3/4 മണിക്കൂറെങ്കിലും നമ്മൾ തലയിൽ ഇത് വെച്ച് അതിന് ശേഷം നന്നായിട്ട് തല വാഷ് ചെയ്ത് കളയുക. പിന്നെ വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും ഡെയിലി ഷാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന തരം ഷാമ്പൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിൽ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളിക്കുക. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 40+ വേണ്ടിയിട്ടാണെന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. 40+ മാത്രമല്ല കേട്ടോ, അല്ലാത്ത ആളുകൾക്കും ട്രൈ ചെയ്യാം. നല്ല തിക്കായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. നല്ലതാണ് മുടിക്ക് ഈ വൈറ്റമിൻ ഇയും പ്ലസ് വെർജിൻ കോക്കനട്ട് ഓയിലും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്